കേരളത്തിൽ അത്യപൂർവ പ്രതിഷ്ഠയുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് പേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യ വരാഹി ക്ഷേത്രമായ പഞ്ചമി ദേവീക്ഷേത്രം. ശാന്തഭാവത്തിലെ ദുർഗാദേവിയും രൗദ്രഭാവത്തിലെ വരാഹി പഞ്ചമിയും തുല്യ പ്രാധാന്യത്തോടെ നിലകൊള്ളുന്ന ക്ഷേത്രം എന്നതാണ് പഞ്ചമി ക്ഷേത്രത്തിന്റെ പ്രത്യേകത. കാണാം ഇന്നത്തെ ദൈവമേക്കൈത്തൊഴ. സർവലോകങ്ങൾക്കും ആധാരകാരണിയായ ദേവി സ്വരൂപം, ജനകാത്മികയായും ജഗദ്ധാത്രിയായും കുടികൊള്ളുന്ന സാക്ഷാൽ വാരാഹി പഞ്ചമി ദേവി. തിരുവനന്തപുരം പേട്ട പഞ്ചമി ദേവി ക്ഷേത്ര സ്വരൂപത്തിന് നിർവചനങ്ങൾ പലതാണ്. കാശിയിലെ പാതാള ഭൈരവി ക്ഷേത്രത്തിലും തമിഴ്നാട്ടിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിലുമൊക്കെ വാരാഹി പഞ്ചമി പ്രതിഷ്ഠയുണ്ടെങ്കിലും സപ്തമാതാക്കളിൽ 5ാം ഭാവമായ ദേവിയെ മുഖ്യഭാവത്തിൽ ഇവിടെ ദർശിക്കാനാകും. വനദുർഗയായും കാളിയായും ചാമുണ്ടേശ്വരിയായും 5 ഭാവങ്ങളിൽ അമ്മ പഞ്ചമിയിൽ കുടികൊള്ളുന്നു. ദുർഗാദേവിക്ക് നവദ്വീപവും വാരാഹി ദേവിക്ക് പഞ്ചമി ദ്വീപവുമാണ് പ്രധാന വഴിപാടുകൾ. ഭക്തർക്ക് എന്തെങ്കിലും ആവശ്യമെന്ന് അമ്മയോട് ചോദിച്ചാൽ അത് അമ്മ നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു അമ്പലമായിട്ട് മാറിയിരിക്കും. 12 വിളക്ക് ഇവിടെ വയ്ക്കണമെന്ന് ഐതിഹ്യം. ചിരാതിൽ എണ്ണ ഒഴിച്ച് ദുർഗയ്ക്ക് 9 വിളക്ക് വയ്ക്കുകയും 10 തിരിയിട്ട് തേങ്ങ ഉടച്ച് നെയ്യ് ഒഴിച്ച് വാരായിക്ക് വയ്ക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ 12 വിളക്ക് വെക്കുന്നവർക്ക് അവരുടെ മനസ്സിലെന്താണ് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ പൂർവ്വമായി ജനത്തിരക്കിവിടെ ഉണ്ടായിക്കൊണ്ട് അപൂർവമായി ജനത്തിരക്കാണ്. കേരളത്തിൽ തൃശൂർ അന്തിക്കാട് വാരാഹി ക്ഷേത്രമുണ്ടെങ്കിലും നിത്യേനെ ഗുരുതി പൂജ ചെയ്യുന്ന ഒരേയൊരു അമ്പലമാണ് പേട്ടയിലെ പഞ്ചമി ക്ഷേത്രം. പൃഥ്വിഭാവം കൂടി ചേരുന്ന ദേവിക്ക് കിഴങ്ങുവർഗ്ഗങ്ങളും മഞ്ഞളുമാണ് ഭക്തർ നേർച്ചയായി അർപ്പിക്കുന്നത്. ദേവിക്ക് ഇഷ്ട ഇതെന്ന് പറയുന്നത് മധുരക്കിഴങ്ങ്, അങ്ങനെ മണ്ണുപരമായിട്ടുള്ള ഇതാണ് ദേവി സ്വീകരിക്കുന്നത്. പിന്നെ മഞ്ഞൾ മാല സമർപ്പിക്കാറുണ്ട് ദേവിക്ക്. പിന്നെ ഈ മണ്ണുപരമായിട്ടുള്ള എല്ലാം ദേവി സ്വീകരിക്കുന്നു. ദിനം പ്രതി വളരുന്ന കീർത്തിയാണ് ക്ഷേത്രത്തിന്. ക്ഷേത്രത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയ പ്രശസ്ത തെന്നിന്ത്യൻ താരം വിശാൽ അടുത്തിടെ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. തമിഴ് തെന്നിന്ത്യൻ താരം വിശാൽ ഉൾപ്പെടെയുള്ള നിരവധി സിനിമാ താരം മുകേഷ്, അതുപോലുള്ള ഒരുപാട് സിനിമാ താരങ്ങളും മറ്റുള്ളവരെല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നുണ്ടെങ്കിലും ഇവിടെ വരാഹി ദേവിയുടെ ദുർഗാദേവിയുടെ നടയിൽ എല്ലാ ഭക്തജനത്തിനും തുല്യ പ്രാധാന്യം എന്നതുപോലെ തന്നെയാണ് ഈ സെലിബ്രിറ്റീസിനും ഉള്ള ഒരു പ്രാധാന്യം ഈ ക്ഷേത്രത്തിൽ കിട്ടുന്നത്. എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ 10:30 വരെയും വൈകിട്ട് 5:30 മുതൽ 8:30 വരെയുമാണ് നിത്യപൂജകൾക്കായി നട തുറക്കുന്നത്. 500 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ആദ്യം തെക്കത് സമ്പ്രദായത്തിലെ പീഠപ്രതിഷ്ഠയായിരുന്നു. ദേവപ്രശ്നത്തിൽ പഞ്ചമി വാരാഹിയുടെ സാന്നിധ്യം തെളിയുകയും പിന്നീട് ഇവിടം ഒരു ക്ഷേത്രമായി വികസിക്കുകയായിരുന്നുവെന്നാണ് ചരിത്രം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.